രാധയുടെയും കൃഷ്ണന്റെയും പ്രണയകഥ ഹിന്ദുമതത്തിലെ ഏറ്റവും മനോഹരവും ആഴമേറിയതുമായ ഒന്നാണ്. ഈ കഥ വെറുമൊരു പ്രണയകഥ മാത്രമല്ല, അത് ആത്മീയമായ ഒരനുഭവമാണ്. ഭൗതികമായ സ്നേഹത്തിന് അതീതമായി വ്യക്തിയുടെ ആത്മാവ് ദൈവത്തോട് ചേരുന്നതിന്റെ പ്രതീകമായിട്ടാണ് ഈ ബന്ധം കണക്കാക്കപ്പെടുന്നത്. കൃഷ്ണന്റെ ജനനം. വിഷ്ണുവിന്റെ അവതാരമാണ് കൃഷ്ണൻ. ഭൂമിയിൽ വർദ്ധിച്ചു വരുന്ന അധർമ്മം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് കൃഷ്ണൻ ജനിച്ചത്. മധുരയിലെ രാജാവായ കംസന്റെ സഹോദരി ദേവകിയുടെ 8ാമത്തെ മകനായിട്ടാണ് കൃഷ്ണൻ ജനിച്ചത്. കൃഷ്ണന്റെ ജനനത്തിനുശേഷം അച്ഛനായ വസുദേവർ കൃഷ്ണനെ ഗോകുലത്തിൽ നന്ദഗോപന്റെയും യശോദയുടെയും അടുത്തേക്ക് കൊണ്ടുപോകുന്നു. കൃഷ്ണൻ ഗോകുലത്തിൽ വളരുന്ന സമയത്താണ് രാധയുമായി പരിചയത്തിലാവുന്നത്. രാധയും കൃഷ്ണനും. ഗോകുലത്തിലെ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു രാധ. ബാല്യം മുതൽ അവർ തമ്മിൽ അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. രാധയെ കൃഷ്ണൻ തന്റെ കളിക്കൂട്ടുകാരിയായിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ രാധയുടെ ഹൃദയത്തിൽ കൃഷ്ണനോടുള്ള സ്നേഹം ക്രമേണ വളർന്നു. ആ സ്നേഹം വെറുമൊരു പ്രണയമായിരുന്നില്ല, അതൊരു ആരാധനയായിരുന്നു. ഗോവർദ്ധന പർവ്വതം ഉയർത്താനും കാളിയനെ മെരുക്കാനും കൃഷ്ണൻ ചെയ്ത പല കാര്യങ്ങൾക്കും രാധ സാക്ഷിയായിരുന്നു. രാധയുടെ നിസ്വാർത്ഥമായ സ്നേഹം കൃഷ്ണനെ അവരിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. രാധയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ളതായിരുന്നു. അവരുടെ സ്നേഹം വെറും ശാരീരികമായ ഒന്നായിരുന്നില്ല, അത് ആത്മീയമായ ഒരടുപ്പമായിരുന്നു. അവരിരുവരും തമ്മിൽ സംസാരിക്കുന്നതിലും നൃത്തം ചെയ്യുന്നതിലും അവർക്ക് സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞു. എന്നാൽ എല്ലാ പ്രണയകഥകളിലുമുള്ളതുപോലെ അവരുടെ ബന്ധത്തിലും വേർപിരിയലുണ്ടായി. വേർപിരിയൽ. കംസനെ വധിക്കുന്നതിനായി കൃഷ്ണന് ഗോകുലം വിട്ടു മധുരയിലേക്ക് പോകേണ്ടി വന്നു. ഗോകുലത്തിലെ എല്ലാവർക്കും ഇത് വലിയ ദുഃഖമുണ്ടാക്കി, പ്രത്യേകിച്ചും രാധക്ക്. അവർക്ക് കൃഷ്ണനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ലായിരുന്നു. കൃഷ്ണനും വളരെ ദുഃഖിതനായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് തന്റെ ദൗത്യം പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ അവർ വേർപിരിഞ്ഞു. രാധയുടെയും കൃഷ്ണന്റെയും പ്രണയം എന്നും നിലനിൽക്കുന്ന ഒന്നാണ്. അവരുടെ പ്രണയം ഒരു നശ്വരമായ പ്രണയമല്ല, അത് നിത്യമായ സ്നേഹമാണ്. കൃഷ്ണൻ ദ്വാരകയിലെ രാജാവായി. രുക്മിണിയെയും സത്യഭാമയെയും വിവാഹം കഴിച്ചു. പക്ഷേ രാധയോടുള്ള കൃഷ്ണന്റെ സ്നേഹം ഒരിക്കലും കുറഞ്ഞില്ല. കൃഷ്ണന്റെ ജീവിതത്തിൽ രാധയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. രാധയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം ദൈവത്തോടുള്ള മനുഷ്യന്റെ ആത്മീയമായ സ്നേഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. രാധയുടെ സ്നേഹം ഭൗതികതയേക്കാൾ ആത്മീയതയെ പ്രതിനിധാനം ചെയ്യുന്നു. അതുകൊണ്ടാണ് അവർ ഒന്നിച്ച് ജീവിച്ചില്ലെങ്കിലും രാധയുടെയും കൃഷ്ണന്റെയും പേരുകൾ എപ്പോഴും ഒന്നിച്ചു പറയാൻ കാരണം.